അച്ഛൻ കടയിൽ പോയിട്ട് വരിക. എന്താ വാങ്ങിച്ച്? സവാള മാത്രം വാങ്ങിച്ചുള്ളൂ. പിന്നെ ചെയ്യപ്പൊടി. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പടവലങ്ങയാണ്. പടവലങ്ങ വെച്ചിട്ടൊരു കറിയാണ് കേട്ടോ. പടവലങ്ങ ചെമ്മീൻ കറിയാണ്. ചെമ്മീനും പടവലങ്ങ എല്ലാവരും വെക്കും. നമ്മളെങ്ങനെ വെക്കുന്നത് നോക്കാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നും പറയണ പോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടാ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. പോകാം. പടവലങ്ങ നന്നായി കഴുകിയതാണ് കേട്ടോ. നല്ല മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ട് കഴുകിയതാണ്. മഞ്ഞപ്പൊടിൻ്റെ ഇത് ഫുള്ളും പോയില്ല. പുക കണ്ട. ചോറ് കൂടെ വയ്ക്കണം. എന്താ ചോറ് എങ്ങനെ പകയുന്നു? നാളെ പരീക്ഷയാ. ഇന്ന് 10ാം ക്ലാസ് എക്സാം. നാളെ ഉണ്ണിക്ക് പരീക്ഷ. നമുക്ക് ഉണക്കച്ചമീനൊന്ന് വറുത്തെടുക്കാം. കഴുകിയതാണ് കേട്ടോ. നന്നായി കഴുകിയതാണ്. നന്നായി വറുത്തെടുക്കാം. ചെമ്മീൻ വറുത്തുട്ടാ. ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് കറി വയ്ക്കാം. വലിയൊരു പടവലങ്ങ കേട്ടോ. നീളത്തിലരിഞ്ഞതാണ്. ഒരെണ്ണമാണ്, വലുതാണ്. ഇതിലേക്ക് 2 പച്ചമുളക്, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ഇട്ടാ. ഇനി നമ്മുടെ ചെമ്മീൻ വറുത്ത് വെച്ചിട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില, ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ടാ. അത്ര എരിവില്ലാത്ത മുളക് പൊടിയാണ്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തു. അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോഴേക്ക് തേങ്ങ അരച്ചിട്ട് വരാം. തേങ്ങ ചിരകണില്ല കേട്ടോ, പൂണ്ടെടുക്കണം. സ്മൂത്തായിട്ട് വരണം. ചിരകാൻ ഭയങ്കര മടി. പൂണ്ടെടുക്കട്ടെ. ചെറിയൊരു മുറി തേങ്ങാട്ടാ. പൂണ്ടെടുത്തു. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അരച്ചിട്ട് വരാം. പടവലങ്ങ വന്താ നോക്കാം. പടവലങ്ങയും ചെമ്മീനൊക്കെ നന്നായി വന്നു കേട്ടോ. ഇതിലേക്ക് കുറച്ച് വാളംപുളി ഒഴിച്ചു കൊടുക്കാം. നന്നായി തിളക്കട്ടെ. പുളി ഒഴിച്ചിട്ട് തിളച്ചു. ഇനി നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരപ്പ് വെച്ചിട്ട് ഒന്ന് തിളക്കട്ടെ. അരപ്പ് വെച്ചിട്ട് കറി തിളച്ചു കേട്ടോ. കറി റെഡിയായി. ഇനി താളിച്ചൊഴിക്കാം. ചീനിച്ചട്ടി ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടാവട്ടെ എണ്ണ. ഒരു 5-6 ചെറിയ ഉള്ളി ഇട്ടാ. കുറച്ച് കറിവേപ്പില,
നന്നായി മൂത്ത് വരട്ടെ. ഉള്ളി മൂത്ത് വന്നു. അടിപൊളി കറിയാണ് കേട്ടോ, ചെമ്മീൻ പടവലങ്ങ, നല്ല മണം. കോവയ്ക്ക മെഴുക്ക് വരട്ടി വയ്ക്കാം കേട്ടോ. സവാള കറിവേപ്പിലൊക്കെ വാടി. കുറച്ച് മുളക് പൊടി കൊടുക്കുക, ഒരു നുള്ളു മഞ്ഞപ്പൊടി. കോവയ്ക്കൊക്കെ പഴുത്തു, എന്നാലും കളയണ്ട നമുക്ക്. ഉപ്പിട്ട് കൊടുക്കുക. വേഗട്ടെ. മെഴുക്ക് വരട്ടി ആയിട്ടാ കുറയ്ക്കാം. ചോറ് തന്നെ ഞങ്ങൾ തുണി അടിക്കാൻ പോകണ്ടാ. ടീച്ചർ തന്ന ഗിഫ്റ്റാണ് കേട്ടോ. അത് അടിച്ചിട്ടില്ല, ചെറുതാക്കിയിട്ടില്ല. വേണ്ട, ഇത് ഷേപ്പ് ചെയ്യാൻ കൊണ്ടുപോകണം. സൂപ്പറല്ലേ, നല്ല ഇറക്കുണ്ട് കേട്ടോ. ഇത് ചെറുതാക്കിയിട്ട് വേണം. 2-3 ഉണ്ട് ഇങ്ങനത്തെ. അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ പോവാണ്. ഇവിടെ അടുത്താണ്. ഇവിടെ അടുത്ത് ഞാനൊന്നും കൂടി ഷേപ്പ് ചെയ്യാൻ പോകണ്ട. അടിച്ചിട്ട് എങ്ങനെ ഉണ്ടാവുമോന്ന് അറിയില്ല. ഇവിടെ തുണി അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാരെ കിട്ടില്ല. ഇതാട്ടാ ഒരെണ്ണം ഇനിയും കിട്ടാം. 3-4 ഉണ്ട്. ആദ്യം 3 കൊണ്ടുപോട്ടെ, എന്നിട്ട് മതി. ഞങ്ങൾ പോയിട്ട് വരാം. ഞങ്ങൾ നടന്ന് വരും കേട്ടോ, തുണി അടിക്കാൻ പോയിട്ട്. ഒരു വെറൈറ്റി പൂവുണ്ട് ഇവിടെ. നല്ല ഭംഗിയുള്ള പൂ നോക്ക്, കാട്ടുപൂ. കണ്ടോ, നല്ല രസമുണ്ട് അത് കാണാൻ. ക്യാമറയിൽ ക്ലിയർ ഉണ്ടാവില്ല എന്നാണ്. ഹലോ ഗൈസ്, കാട്ട് ഇതെന്ത് 2 കൈ. ഹലോ, ഞങ്ങൾ തുണി അടിക്കാൻ പോയിട്ട് നടന്നു വരുന്നുണ്ട്. വേണ്ട, കടയിലൊക്കെ പോയി മിഠായിയൊക്കെ വാങ്ങി ഒരെണ്ണം കഴിച്ചും കൂടി ഇങ്ങനെ വരികയാണ്. ഇവിടെ ആരുമില്ല. കണ്ടോ, റോഡ് സൈഡിൽ ആരോ വന്നിട്ട് ചോറിന് വേണ്ടിട്ടാ. പൂച്ചയായി, ഏട്ടൻ മണിക്ക് പോയി, ഞാൻ ഇനി മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ പടവലങ്ങ ചെമ്മീൻ കറിയും കോവയ്ക്ക മെഴുക്ക് വരട്ടി. നിങ്ങളങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ. ബൈ ബൈ, സീ യു.